ഇന്ന് നമുക്ക് കളറൊന്നും ചേർക്കാതെ വെറും 4 ചേരുവകൾ കൊണ്ട് രുചികരമായ ഒരു ഓറഞ്ച് ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ഓറഞ്ച് ജ്യൂസാണ്. അതിനായിട്ട് ഞാനിവിടെ ഫ്രഷ് ഓറഞ്ച് എടുത്തിട്ട് അത് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. പിഴിഞ്ഞെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഓറഞ്ചിൻ്റെ തൊലിയുടെ ഭാഗങ്ങൾ ഒരു അല്പം പോലും ഈ ജ്യൂസിൽ വീഴാൻ പാടില്ല. അങ്ങനെ വീണ് കഴിഞ്ഞാൽ നമ്മളിത് ഓറഞ്ച് സിറപ്പാകുന്ന സമയത്ത് ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. ഇതുപോലെ തന്നെ പിഴിഞ്ഞെടുക്കണമെന്നില്ല. ഓറഞ്ചിൻ്റെ തൊലി പൊളിച്ചതിന് ശേഷം അല്ലി കയ്യിൽ വെച്ചൊന്ന് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞെടുത്താലും മതി. അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിപ്പം ഏകദേശം 2 കപ്പ് ജ്യൂസാണ് ഞാൻ ഈ ഐസ്ക്രീമിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓറഞ്ചിൻ്റെ സിറപ്പ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. പാൻ ചൂടായതിനു ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച 2 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല മധുരമുള്ള ഓറഞ്ചാണ്, അതുകൊണ്ടൊരു 3 ടേബിൾ സ്പൂൺ മതിയായിരുന്നു. പുളി കൂടുതലുള്ള ഓറഞ്ച് ആണെങ്കിൽ ഒരല്പം കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതിൻ്റെ അളവ് പകുതി ആകുന്നിടം വരെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഞാനിവിടെ വറ്റിച്ച് ഏകദേശം ഒരു 3/4 കപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. വിപ്പിംഗ് ക്രീമോ ഡബിൾ ക്രീമോ ഏത് ക്രീം വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പം ബീറ്റ് ചെയ്ത് കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തിക്കായിട്ടില്ല, ഒരു കുറച്ച് ഒഴുകുന്ന ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. ഈ സമയത്ത് നമുക്കിതിലേക്കൊരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കിന് പകരം പഞ്ചസാരയാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്, കുഴപ്പമില്ല. ഇനി ഇത് നമുക്ക് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ബീറ്റ് ചെയ്യുമ്പോൾ അത് ഓവറായി പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഒത്തിരി അങ്ങ് ബീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നെയ്യും വെള്ളവും കൂടെ വേർതിരിഞ്ഞ് വരും, അപ്പോൾ ഉപയോഗിക്കാൻ പറ്റാതെയാവും. അപ്പം ഈ ഒരു രീതിയിൽ ആവുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്താക്കാം. ഇതിപ്പം അത്യാവശ്യം നല്ല കട്ടിയായിട്ടുണ്ട്, ഒഴുകുന്ന രീതിയിലും അല്ല ഇരിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ച് സിറപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഓറഞ്ച് സിറപ്പ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ആ ഓറഞ്ച് സിറപ്പ് ക്രീമിൻ്റെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ഓവറായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ആ ക്രീമിന് ഒരു ഓറഞ്ച് കളർ വന്നിട്ടുണ്ട്. നമ്മളിവിടെ ഒരു കളറും ആഡ് ചെയ്തിട്ടില്ല, ഓറഞ്ചിൻ്റെ തന്നെ കളറാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നമുക്കൊരു സ്പാച്ചുല വെച്ച് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഏതെങ്കിലും ഭാഗത്ത് ഇളകാതെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ ഐസ്ക്രീം മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രീസർ സേഫ് ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമുക്കിനി അടച്ച് ഫ്രീസറിൽ വെച്ച് ഒരു 6 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതിപ്പോൾ 6 മണിക്കൂർ ഫ്രീസറിൽ ഇരുന്ന ശേഷം റെഡി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത ഉടനെ തന്നെ നമ്മൾ സ്കൂപ്പ് ചെയ്യുന്നതിന് പകരം ഒരു 5 മിനിറ്റ് നേരം പുറത്ത് വെച്ചതിന് ശേഷം സ്കൂപ്പ് ചെയ്യുവാണെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് സ്കൂപ്പ് ചെയ്യുമ്പോൾ തന്നെ അറിയാം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീമാണ്. അതേപോലെ നല്ല ടേസ്റ്റുമാണ് ഇതിന്. കൂടുതൽ കുക്കിംഗ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.